നമ്മളിപ്പോൾ പൂപ്പാറ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ കിങ് ഇരിക്കുകയാണ്. എന്താണ് ഏകദേശം കഴിക്കുന്നത്? ഗുഡ്. നമ്മളപ്പോൾ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടിലനാണ്. വിഷ്വൽ ബ്യൂട്ടിയാണ് ഗൈസ്. നല്ല അടിപൊളി, എല്ലാവർക്കും കാണാൻ പറ്റുന്ന പ്ലേസ് തന്നെയാണ്. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കണ്ടില്ലെങ്കിൽ നമ്മളുടെ ട്രിപ്പ് വേസ്റ്റാണ്. എല്ലാ ദിവസവും അത് അവൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് പറ്റിട്ട് സെറ്റാണ് ഗൈസ്. നമ്മളിപ്പോൾ പൂപ്പാറ റൂട്ടിലുള്ള ഹൈവേൻ്റെ അവിടുത്തെ ഒരു വ്യൂവിലാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്. കിടിലം വ്യൂ ആണ്. ഇതൊന്നും നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. കിടിലം വ്യൂ ആണ്. ഹൈവേ ആണ്. പൂപ്പാറ എത്താനായി നമ്മൾ ഏകദേശം. രാവിലെ ഉച്ചക്ക് 11 മണിയാവാറായി. എന്നിട്ടാണ് ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. സെറ്റാണ് മറ്റേ ഗ്ലൗസ്. എടാ ഇനി ഇതെന്തിനു ഉപയോഗിക്കാം? ഗൈസ് വിഷ്വൽ ബ്യൂട്ടി കിടിലനാണ്. വ്യൂ ആണ് ഗൈസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ട് വണ്ടി തന്നെ നിന്ന് പോയി ഗൈസ്. കിട്ടില്ല ഒരിടത്ത്. നാണം വന്നു യൂട്യൂബർക്ക്. പിന്നെന്തിനെടുക്കണതൊക്കെ. നമ്മളൊരു വാട്ടർഫോൾസ് കണ്ടു. പക്ഷെ അതിൽ വെള്ളമൊന്നുമില്ല. എന്നാലും പേര് വാട്ടർഫോൾസ് തന്നെയാണ്. പേര് കണ്ടേ. യെസ്. അയ്യോ ഇത് പേരല്ല, ഇതെന്താ വേറെന്താ എഴുതി വെച്ചേക്കാം. ആ ഗൈസ് വെള്ളമുണ്ട്. ആരോ മേലേന്ന് മൂത്രമൊഴിക്കണ പോലെ ഉണ്ട്. ഇത്ര വെള്ളം. എല്ലാ ദിവസത്തെ തിരക്കടിക്കുന്നു. ഹായ് പറയോ ഗൈസ്. ഈ പാറയുടെ വലിപ്പം നോക്ക്. ഇതിനപ്പുറത്ത് തന്നെ ഒരു എസ്തറ്റിക് ക്ഷേത്രം. കിട്ടിയില്ലേ? ഷൈജു ഭക്ഷണം കേട്ട് വരുന്നുണ്ട്. ആരും കഴിക്കുന്നു. ഷൈജു ഉണ്ടാക്കിയ ബിരിയാണി. നീ ഉണ്ടാക്കിയാണോ? അതെ അതെ. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം 500 കിലോമീറ്റർ താണ്ടി നമ്മുടെ ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ പറയുക, മിഞ്ഞാന്ന് രാവിലെ 2 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് അവസാനിക്കുന്നത് ഇന്ന് രാത്രി ഏകദേശം 4 മണിയോട് കൂടിയാണ്. കുറേ സ്ഥലം കറങ്ങി. അങ്ങനെ സെറ്റായിരുന്നു എല്ലാതും. അടിപൊളിയായിരുന്നു. അപ്പോൾ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.